അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 നിർമ്മാണം ദ്രുതഗതിയിൽ. കായംകുളം കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം കാവനാട് വരെയുള്ള റീച്ചിന്റെ 35% ജോലികൾ പൂർത്തിയായി. ചിലയിടങ്ങളിൽ ആദ്യഘട്ട ടാറിങ്ങും ആരംഭിച്ചു. കൽപ്പറ്റ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം. കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്തിലാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 66 നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കായംകുളം കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം കാവനാട് വരെയുള്ള റീച്ചിന്റെ 35% ജോലികൾ പൂർത്തിയായി. ചിലയിടങ്ങളിൽ ആദ്യഘട്ട ടാറിങ്ങും ആരംഭിച്ചു. ചെമ്മണ്ണിന്റെ ഉൾപ്പെടെയുള്ള ലഭ്യതക്കുറവ് ദേശീയപാത 66 നിർമ്മാണം മന്ദഗതിയിലാക്കിയിരുന്നു. നിലവിലാകട്ടെ ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കായംകുളം കാവനാട് റീച്ചിൽ ചിലയിടങ്ങളിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി. ടാറിംഗ് പൂർത്തിയായ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ട് മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓച്ചിറ ചങ്ങൻകുളങ്ങര മുതൽ വവ്വാക്കാവ് വരെയും കായംകുളം KPSC മുതൽ പുതിയിടം വരെയും ഇത്തരത്തിൽ ഒരു വശത്തെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ച് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആറുവരിപ്പാതയുടെ ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന ജോലികളും പുരോഗമിക്കുന്നു. ഇതോടൊപ്പം സർവീസ് റോഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ ഓരം ചേർന്നാണ് ഓട നിർമ്മിച്ചിട്ടുള്ളത്. ഇവയുടെ നിർമ്മാണവും നടന്നുവരുന്നു. പഴയ ദേശീയപാതയിലെ വൈദ്യുത പോസ്റ്റുകളും കമ്പികളും മാറ്റിയിടുന്ന ജോലികൾ മന്ദഗതിയിലാണ്. റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുറേയധികം വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാൻ കഴിയുമായിരുന്നുവെങ്കിലും ബന്ധപ്പെട്ടവരുടെ മെല്ലപ്പോക്ക് ജോലികൾ മന്ദഗതിയിലാക്കി. നിലവിൽ കായംകുളം GDM, കുന്നത്താലുമൂട്, മുക്കട, ഓച്ചിറ പ്രീമിയർ, ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാതകൾ ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അടിപ്പാത നിർമ്മാണം കോടതിയിലെത്തിയ സ്ഥിതിയുമുണ്ട്. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീടിന് മുകളിലേക്ക് മരം കടപുഴകി. വൈദ്യുതി പോസ്റ്റ് പൊടിഞ്ഞു. പോരുവഴി കമ്പലടി സ്വദേശി കബീറിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. പോരുവഴി കമ്പലടി ഐന്ത്യവയലിലാണ് വീടിന് മുകളിലേക്ക് മരം കടപുഴകിയത്. വീട്ടുകാർ രക്ഷപ്പെട്ടു. പോരുവഴി ചായമ്പറമ്പിൽ കബീറിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകിയത്. മരം വീണ് വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു. ഉറക്കത്തിലായിരുന്ന വീട്ടുകാർ വലിയ ശബ്ദം കേട്ട് പുറത്ത് എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ഉടൻ തന്നെ KSEBയെ വിവരം അറിയിച്ചു. ഇവരെത്തിയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. മരം വീണ് വീടിനും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഭരണിക്കാവിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും നടത്തിയത്. ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വയനാട് പൂക്കോട്ട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട SFI ഭീകരതയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രകടനവും യോഗവും നടത്തിയത്. KPCC അംഗം MV ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വൈശാഖാൻ അധ്യക്ഷത വഹിച്ചു. തുണ്ടിൽ നൌഷാദ്, ഗോകുലമനിൽ MY നിസാർ, വിദ്യാരംഭം ജയകുമാർ, വർഗീസ് തരകൻ, ഗോവൻ പെരുവേലിക്കര, വിനോദ് വില്ലേത്ത, റിയാസ് പറമ്പിൽ, S ബീനാകുമാരി, MK സുരേഷ് ബാബു, ബിജു PR തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൽപ്പറ്റ വെറ്ററിനറി സർവകലാശാല 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ മുഴുവൻ SFI പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളമാകെ
കൽപ്പറ്റ വെറ്ററിനറി സർവകലാശാലയിൽ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച മുഴുവൻ SFI പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് നൂറിനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന ഇന്ന് ഈ രാജ്യത്ത് ഒരുപക്ഷെ IS-നെ പോലെ ലഷ്കറെ തായിബയെ പോലെയുള്ള ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി നിരന്തരമായി തല്ലിച്ചതയ്ക്കുവാനും അതിനുശേഷം കഴിഞ്ഞ 3 ദിവസക്കാലം ആ ചെറുപ്പക്കാരന് ഒരിറ്റ് വെള്ളം പോലും കൊടുക്കുവാൻ തയ്യാറാകാതെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്നു. ആ ചെറുപ്പക്കാരന്റെ വയറ്റിൽ ഭക്ഷണത്തിന്റെ അല്ല വെള്ളത്തിന്റെ പോലും ഒരു അംശമില്ല എന്ന് പറയുന്ന തരത്തിൽ കേരളത്തിന്റെ മനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ പിതാവ് ചോദിക്കുന്നു, അവന് ഭക്ഷണം കഴിക്കാനല്ല എങ്കിൽ, അവന് ഭക്ഷണം കൊടുക്കാനില്ല എങ്കിൽ ഞാൻ എന്തിനാണ് വിദേശത്ത് പോയി കിടന്ന് ജോലി ചെയ്തതെന്ന് ചോദിച്ച ചോദ്യം അത് കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുഴുവൻ മുമ്പിലുള്ള ചോദ്യമാണ്. G. ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. MR രാമചന്ദ്രൻ, T. പാപ്പച്ചൻ, നിഷ നസീർ, റഫീഖ, റജിന സുന്നിത്താൻ, റിയാസ് പത്തിശ്ശേരിൽ, ഇബ്രാഹിംകുട്ടി, വിജയംപിള്ള, S. സാദിഖ, ഷാൻ അബ്ദുൽ ജബ്ബാർ, ശ്രീകുമാർ അളകനന്ദ, ഹബീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. താമരക്കുളം യുവകേരളയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഗ്രാമോത്സവം നടത്തി. സാംസ്കാരിക ഘോഷയാത്ര, ചികിത്സാ ധനസഹായം, അനുമോദനം, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടത്തി. താമരക്കുളം യുവകേരളയുടെ 40ാമത് വാർഷികാഘോഷവും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു. ബിജു ഖാൻ നഗറിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കലാസന്ധ്യ, ചികിത്സാ സഹായം, അനുമോദനം, സാംസ്കാരിക ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടത്തി. നെടിയാണിക്കൽ ദേവീക്ഷേത്ര മൈതാനിയിൽ നിന്നുമാണ് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചത്. വാദ്യരൂപങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ ബിജു ഖാൻ നഗറിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനം MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ സന്തോഷ സൂചികയിൽ ഇന്ത്യ മഹാരാജ്യത്ത് 1ാമത് നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം ചേർന്നിരിക്കാനും ചേർത്തുപിടിക്കാനും മനുഷ്യത്വപരമായ ഇടപെടലുകൾ കാണാനും കഴിയുന്ന, സ്നേഹിക്കാനും കഴിയുന്ന ഒരിടം കേരളത്തിനകത്ത് പ്രത്യേകമായിട്ടുണ്ട്. തൊട്ടുമുമ്പ് ഒരു സ്കൂളിന്റെ 100ാം വാർഷികമാണ് ആഘോഷം നടന്നിരുന്നത്. ഒരു സമയത്ത് പഠിക്കാൻ ചെല്ലുന്ന ഇടം കത്തിച്ചു കളയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിനകത്തുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് മാറിയാണ് ഈ നിലയിലേക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യുവകേരള രക്ഷാധികാരി H. അമീർ ഖാൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് A. നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇത് ഒന്നുമില്ല, നമുക്ക് ഡിജിറ്റൽ സ്ക്രീൻ മുമ്പിൽ നടക്കുന്നതൊക്കെ ഡിജിറ്റൽ സ്ക്രീൻ വരും. AI കൂടി വരുന്നതോടുകൂടി ഒരു ചിപ്പ് പോലെ ഈ സാധനം ഉള്ള കയറും. അപ്പൊ നമുക്ക് നടക്കുന്ന ശൂന്യതയിൽ നോക്കി സംസാരിക്കാം. നമ്മളൊന്നും ഡിജിറ്റൽ സ്ക്രീൻ വരും, പിന്നെ താമസം വരും. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വരുന്നതോടുകൂടി മനുഷ്യൻ പാതിയിലധികം യന്ത്രമാകും. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു അനുമോദനം നിർവഹിച്ചു. ഷൈജ അശോകൻ, R. ദീപ, ആത്തുക്ക ബീബി, റഹ്മത്ത്, G. വാസവൻ, S. ജമാൽ, VM മുസ്തഫ റാവുത്തർ, ശാന്തി സുഭാഷ്, ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാല കെട്ടിടത്തിന് ശിലയിട്ടു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപനം നിർവഹിച്ചു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാല ആൻഡ് വായനശാലയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന് ശിലയിട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപനാണ് കെട്ടിട നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപ അനുവദിച്ചത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വല്ലാത്ത രീതിയിൽ അഭിനന്ദിക്കുകയാണ്. അത്തരം ഒരു പൈസ സംഭരിച്ച് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി മുൻകൈയെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. അത് നമ്മൾ അവരെ പ്രത്യേകമായി ബഹുമാനിക്കണം. കാരണം പ്രത്യേകിച്ച് അവർക്കൊരു ഗുണവുമില്ലാതെ നാട്ടിന് വേണ്ടി 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ, അത് കിഷോറും 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്, യാസിന് 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അതിന്റെ കണക്കൂടെ പറയുന്നത് നല്ലതാണ്. നിങ്ങൾ ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും പൈസ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ കണക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നല്ലതാണ്. ആരൊക്കെയാണ് അതിനുവേണ്ടി പൈസ മുടക്കിയെന്നുള്ളത്.
അപ്പൊ എന്തായാലും നിങ്ങളത് രേഖയാക്കിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് രേഖയാക്കണം. ചുരുങ്ങിയ പക്ഷം ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലമെങ്കിലും നിങ്ങളുടെ ഗ്രന്ഥശാലയുടെ പേരിലായില്ലെങ്കിൽ അത് സാങ്കേതികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ടാകും. ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ആർ അജയകുമാർ, തുണ്ടൽ നൌഷാദ്, നസീമ ബിവി, ഗോപിനാഥക്കുറുപ്പ്, ആർ മദനമോഹനൻ, സീലത, ഇ യാസിം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ വിതരണം ചെയ്തത്. ചവറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. യഥാസമയം നടപ്പിലാക്കിയ ചെയ്തിട്ട് ഇപ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 21 കുട്ടികൾക്കാണ് ഇവിടെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. ഒരാൾക്കും കൂടെ തൊട്ടടുത്ത ദിവസം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വാങ്ങിക്കൊണ്ട് പോകുന്ന കുട്ടികൾ തന്റെ പഠനങ്ങൾക്ക് സർക്കാർ പണ്ടൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ വിദ്യാഭ്യാസത്തിനായിട്ട് സ്കൂളിലേക്ക് വരുന്നത്. അവർക്ക് യൂണിഫോം ലഭിക്കാറില്ല. ഇവിടെ ഭക്ഷണത്തിനായാലും പഠനോപകരണങ്ങൾക്കായാലും എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മളിൽ പലരും വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത്. ഇന്നാണ് സ്കൂളിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ വളരെയധികം സൗകര്യങ്ങൾ വർദ്ധിക്കുകയും വിദ്യാഭ്യാസ കാര്യത്തിനായാലും ആഹാരത്തിനായാലും യൂണിഫോമിനായാലും പുസ്തകങ്ങൾക്കായാലും യാതൊരു കുറവുകളും കാലാകാലം എന്ന സർക്കാരുകൾ എത്താറില്ല. വാർഡംഗം സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റി ലത്തീഫ്, വാർഡംഗങ്ങളായ സരോജിനി, ലതിക, ആർ ഗീത, അശ്വനി, ആൻസി, വിജിമോൾ, ഉഷാകുമാരി, പ്രദീപ് ബാബു, പ്രിൻസിൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. UDID സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ID കാർഡുകൾ വിതരണം ചെയ്തത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് UDID വിതരണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും നടത്തി. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. 23-24 വർഷത്തിലാണ് ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടി ടീച്ചർമാർ വഴി നടത്തിയ സർവേയിൽ നിന്ന് ലഭിച്ച നിരവധിയായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലകൾ തിരിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശത്ത് ഇനിയും UDID കാർഡുകൾ ലഭ്യമല്ലാത്ത, അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്കും ആദ്യഘട്ടമെന്ന സമ്പൂർണ്ണമായും UDID കാർഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ആദ്യത്തെ ലക്ഷ്യത്തിലേക്ക് കടന്നുപോകുന്നു. വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു. പ്രസന്ന ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. ശിശുവികസന പദ്ധതി ഓഫീസർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വള്ളികുന്നം കാർത്യായനിപുരം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാംകര കാളകെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ കുത്തിയോട്ട ചുവടും പാട്ടും നടത്തി. കടുവിനാൽ കതിരവൻ നന്ദികേശനെ നിർമ്മിക്കുന്ന ഇടത്തായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കാർത്യായനീപുരം ശ്രീദുർഗ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താളിരാടി കതിരവൻ നന്ദികേശന്റെ ആസ്ഥാനത്താണ് കുത്തിയോട്ടപ്പാട്ടും ചുവടും നടത്തിയത്. ചെട്ടുകുളങ്ങര ജഗദാംബിക കുത്തിയോട്ട കലാക്ഷേത്രമാണ് കുത്തിയോട്ടം അവതരിപ്പിച്ചത്. മഠത്തിൽ രവിയാശാന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു കുത്തിയോട്ടം. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66 നിർമ്മാണം ദ്രുതഗതിയിൽ. കായംകുളം കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം കാവനാട് വരെയുള്ള റീച്ചിന്റെ 35% ജോലികൾ പൂർത്തിയായി. ചിലയിടങ്ങളിൽ ആദ്യഘട്ട ടാറിങ്ങും ആരംഭിച്ചു. കൽപ്പറ്റ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം. കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്തിലാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.